കോഴിക്കോട് കൊടിയത്തൂർ പഞ്ചായത്തിൽ UDF വെൽഫെയർ ധാരണയിൽ മത്സരം. വെൽഫെയർ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന വാർഡുകളിൽ UDFന് സ്ഥാനാർത്ഥിയില്ല. ഇക്കാര്യം വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി സാലി കൊടപ്പൻ ന്യൂസ് 8നോട് സ്ഥിരീകരിച്ചു. മറ്റിടങ്ങളിലും പ്രാദേശിക ധാരണയ്ക്കുള്ള ചർച്ചകൾ തുടരുകയാണ്. പ്രാദേശിക ധാരണകളാണല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാവുക. പ്രാദേശിക ധാരണകൾ പല നിലയിൽ രൂപപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അത് ആരൊക്കെ എന്തൊക്കെയെന്നുള്ളത് ഇപ്പം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കോലത്തിലേക്ക് ആയിട്ടില്ല. ഉണ്ട് അല്ലെ? പ്രാദേശിക ധാരണകൾ ഉണ്ടാവും. എന്തായാലും പ്രാദേശിക ധാരണകൾ ഉണ്ടാവും, തീർച്ചയായും. പിന്തുണ തരുന്നുണ്ട്. അവിടെ പ്രാദേശിക വ്യത്യസ്ത സമരമുന്നണികള്, അവിടുത്തെ നേരത്തെ ഉണ്ടായിരുന്ന ഗെയിൽ സമരവുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ആളുകൾ, ഇത്തരം ആളുകളൊക്കെ അവിടെ ഉണ്ട്. അത്തരം സംവിധാനങ്ങളൊക്കെ ചേർന്നുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെയാണ് പോകുന്നത്. അതേസമയത്ത് നോമിനേഷനുകൾ വേറെയും വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേറെ സ്ഥാനാർത്ഥി ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ സ്ഥാനാർത്ഥികൾ അവിടെ ഉണ്ടായേക്കാം. നിലവിൽ ധാരണയുണ്ട്, പക്ഷെ മാറാൻ പാടില്ല എന്നില്ല അല്ലെ? അതെ. അത്തരം കാര്യങ്ങളൊക്കെ ഇനിയും രൂപപ്പെട്ട് വരേണ്ടതാണ്. സമയമുണ്ടല്ലോ. നമ്മള് എല്ലാ സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികളെ വെക്കുക, മത്സര രംഗത്തുണ്ടാവുക എന്നതാണ് പാർട്ടി സ്വീകരിച്ച നിലപാട്. ആ നിലക്ക് നമ്മൾ നോമിനേഷനുകൾ കൊടുക്കുന്നുണ്ട് എല്ലായിടങ്ങളിലും. നോമിനേഷനുകൾ കൊടുത്തു കഴിഞ്ഞതിന് ശേഷവും രൂപപ്പെടുന്ന പ്രാദേശിക ധാരണകളെയോ നീക്കുപോക്കുകളെയോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? അതാത് സ്ഥലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുക്കും. എന്നാൽ വെൽഫെയർ പാർട്ടിയുമായി പരസ്യമായോ രഹസ്യമായോ ധാരണയില്ലെന്നാണ് ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വം അവകാശപ്പെടുന്നത്. MS അനീഷ് കുമാർ നൽകും വിവരങ്ങൾ. അനീഷ്, ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി. വെൽഫെയർ പാർട്ടി UDFനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. പക്ഷേ ഇപ്പോൾ അത് കൂടുതൽ പരസ്യമാകുന്നു എന്ന് വേണമോ അനീഷിന്റെ വാർത്തയിൽ കൂടെ മനസ്സിലാക്കാൻ? ഭവ്യ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ പരസ്യമായ ധാരണകൾ പല പഞ്ചായത്തുകളിലും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും മുക്കം നഗരസഭ പോലുള്ള ചില നഗരസഭകളിലുമൊക്കെ ഇത്തരത്തിൽ ഒരു പരസ്യമായ ബാന്ധവം ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ വെൽഫെയർ പാർട്ടി പോലുള്ള കക്ഷികളുമായി UDF സഖ്യത്തിന് പോകുമ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ ചില എതിർപ്പുകൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, അതിൻ്റെ കീഴിലുള്ള പ്രസ്ഥാനമാണ് വെൽഫെയർ പാർട്ടി. അതുകൊണ്ട് പൂർണ്ണമായൊരു ഇസ്ലാം രാഷ്ട്രവാദമൊക്കെ ഉന്നയിച്ച് മുന്നോട്ട് വരുന്ന ആശയഗതിക്കാരാണ് ഇതിൽ ഉള്ളത് എന്ന വിമർശനമാണോ വരുന്നത്. ഒപ്പം ഈ വെൽഫെയർ പാർട്ടിയുമായി ധാരണ ഉണ്ടാക്കുമ്പോൾ മറ്റ് ചില ഭൂരിപക്ഷ മേഖലകളിലെ വോട്ടുകളെ ഇത് സാരമായി ബാധിക്കുമെന്ന ഒരു വിലയിരുത്തൽ കൂടി ഉണ്ടായിരുന്നു. എന്തായാലും അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ പരസ്യമായ ഒരു ബാന്ധവത്തിലേക്ക് പോകാൻ കോൺഗ്രസ് തയ്യാറാവാതിരുന്നത്. ഇന്നലെയും DCC അധ്യക്ഷനുമായി നമ്മൾ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് പരസ്യമായോ രഹസ്യമായോ ഒരു ധാരണയും ജില്ലയിൽ ഒരിടത്തും ജമാഅത്തെ ഇസ്ലാമിയുമായി അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുമായി ഇല്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. സംസ്ഥാന തലത്തിലും UDF നേതാക്കൾ VD സതീശൻ അടക്കമുള്ളവർ പല കുറി ആവർത്തിച്ചു കഴിഞ്ഞു ഇത്തവണ വെൽഫെയർ പാർട്ടിയുമായി യാതൊരു ധാരണയോ സഖ്യവുമില്ല എന്ന്. എന്നാൽ കോഴിക്കോട് ജില്ലയിലെ തന്നെ പല പഞ്ചായത്തുകളും ഇത്തരത്തിൽ പരസ്യമായ സഖ്യങ്ങൾ തന്നെ ഈ വെൽഫെയർ പാർട്ടിയുമായി ഉണ്ട് എന്നതിൻ്റെ തെളിവുകളാണ് പുറത്തു വരുന്നത്. നമ്മൾ ഈ പുറത്തുവിട്ടത് തന്നെ പരിശോധിച്ചാൽ കൊടിയത്തൂർ പഞ്ചായത്തിലെ 1-ാം വാർഡിൽ പ്രേമ V എന്ന സ്ഥാനാർത്ഥിയാണ് നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുന്നത്. 16-ാം വാർഡിൽ KC യൂസഫ് എന്ന സ്ഥാനാർത്ഥിയും വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയും പത്രിക നൽകിയിരിക്കുന്നു. പക്ഷേ ഈ രണ്ടുപേരും വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികൾ എന്ന് പറയുമ്പോഴും സ്വതന്ത്രമാരായാണ് പത്രിക നൽകിയിരിക്കുന്നത്. ഈ സ്വതന്ത്രർക്ക് UDFന്റെ പിന്തുണ നൽകിയിരിക്കുകയാണ്. നേരത്തെ സീറ്റ് വിഭജനത്തിലടക്കം ചർച്ച നടന്നപ്പോൾ 2 സീറ്റുകൾ വെൽഫെയർ പാർട്ടിക്ക് പഞ്ചായത്ത് തലത്തിൽ നൽകുകയായിരുന്നു. ഒപ്പം ഈ 2 സ്ഥാനാർത്ഥികളുടെയും പത്രികാ സമർപ്പണ വേളയിൽ പ്രമുഖ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കൾ ഒപ്പം എത്തിയാണ്. സാധാരണ സഖ്യകക്ഷികളായി മത്സരിക്കുമ്പോൾ ഒരു ഘടകകക്ഷി നാമനിർദ്ദേശ പത്രിക നൽകുമ്പോൾ അവരോടൊപ്പം UDF നേതാക്കൾ, നേരത്തെ തിരുവമ്പാടിയിൽ മത്സരിച്ച ലീഗ് നേതാവ് CP ചെറിയ മുഹമ്മദ് അടക്കമുള്ള ആളുകൾ ഒപ്പമാണ് ഇവർ എത്തിയത്. ഒപ്പം ഈ ഫ്ലെക്സ് ബോർഡുകളും മറ്റുമൊക്കെ സ്ഥാപിച്ചിരിക്കുന്നതും സമൂഹ മാധ്യമങ്ങളിലെ പ്രചരണവുമൊക്കെ UDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെയാണ്. ഈ 2 പേരും വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളാണ് എന്ന് നേരത്തെ ജില്ലാ ജനറൽ സെക്രട്ടറി സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റു പല ഇടങ്ങളിലും സമാനമായ രീതിയിൽ തന്നെ UDFന്റെ സ്ഥാനാർത്ഥികളുണ്ട്. പ്രത്യേകിച്ചും UDF സ്വതന്ത്രർ എന്ന പേരിലാണ് ഇവർ മത്സരിക്കുന്നത്. അവർക്ക് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ നൽകുന്നു. വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയും സ്വതന്ത്രർ എന്ന രീതിയിൽ മത്സരിക്കുമ്പോൾ അവർക്ക് UDFന്റെ പിന്തുണ നൽകുന്നു. അത്തരത്തിലാണ് പരസ്യമായി ബന്ധമോ അവിടെയാണ് പരസ്പരം മത്സരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അനീഷ് പരസ്പരം സഹായിക്കുന്നു എന്നത് ചിത്രം വ്യക്തമാണ്. അത് മാത്രമല്ല, ന്യൂനപക്ഷ ഭീകരതയും ഭൂരിപക്ഷ ഭീകരതയും ഞങ്ങൾ എതിർക്കുന്നു എന്ന് പറയുന്ന കോൺഗ്രസ് തന്നെയാണ് ഇവിടെ പരസ്പര സഹകരണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. ഇവിടെ സംശയം വരുന്നത് ഇത് ഈ കൊടിയത്തൂർ പഞ്ചായത്തിലെ മാത്രം സാഹചര്യമാണോ, അതല്ലെങ്കിൽ സംസ്ഥാന വ്യാപക ധാരണയാണോ കോൺഗ്രസിന്റെ എന്നാണ്.
നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സംസ്ഥാനത്ത് വ്യാപകമായി തന്നെ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് തന്നെയാണ് വെൽഫെയർ പാർട്ടിക്കുമുള്ളത്. തിരിച്ച് വെൽഫെയർ പാർട്ടിക്കുമായി ധാരണയുള്ള ഇടങ്ങളിൽ വെൽഫെയർ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന ധാരണ കോൺഗ്രസിനുള്ളിൽ നിന്നുമുണ്ട്. കാരണം നമുക്ക് പരിശോധിച്ചാൽ തന്നെ ഈ കൊടിയത്തൂരിലെ ഈ വാർഡിൽ UDF സ്ഥാനാർത്ഥി വേറെ പത്രിക നൽകിയിട്ടില്ല. വെൽഫെയർ പാർട്ടിയുടെ 2 സ്ഥാനാർത്ഥികൾ പത്രിക നൽകുന്നു. അവരോടൊപ്പം UDF നേതാക്കൾ പത്രികാ സമർപ്പണത്തിനായി പോകുന്നു. അവരുടെ പ്രചാരണ സാമഗ്രികളിലൊക്കെ UDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് രേഖപ്പെടുത്തുന്നു. പക്ഷേ UDFന് പ്രത്യേക സ്ഥാനാർത്ഥി അവിടെ ഇല്ല. ആ മേഖലകളിലെ പ്രത്യേകിച്ചും ഈ കിഴക്കൻ മേഖലകളിലൊക്കെ ഉള്ള മുക്കത്തിന് സമീപ പ്രദേശങ്ങളിലൊക്കെ ഉള്ള പലയിടങ്ങളിലും ഇത്തരം UDFന് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി ആളുകളുണ്ട്. പക്ഷേ അവിടെ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ഇവർ രംഗത്ത് വരികയും ചെയ്യുന്നു. എന്നാൽ സ്വന്തം നിലയിൽ അല്ലെങ്കിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥികൾ അവിടെ ഉണ്ടാവാതിരിക്കുകയും ചെയ്യുന്നു. മുസ്ലിം ലീഗിനെ പോലുള്ള ഘടകകക്ഷികൾക്കും സീറ്റ് നൽകാതെ അതിൽ ഒരു പ്രാദേശിക നീക്കുപോക്ക് എന്ന രീതിയിലേക്ക് പോകുന്നു. അതുകൊണ്ട് തീർച്ചയായും ജില്ലയുടെ പല ഇടങ്ങളിലും ഇത്തരത്തിലെ പ്രാദേശിക സഖ്യങ്ങളുണ്ട്. നേരത്തെ നമ്മൾ ജില്ലാ ജനറൽ സെക്രട്ടറി സംസാരിച്ചപ്പോൾ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഇത്തരത്തിൽ പ്രാദേശിക സഖ്യങ്ങൾ ഉണ്ട്. അത് ഒരു അന്തിമ രൂപത്തിലേക്ക് എത്തിയിട്ടില്ല. കാരണം ഇന്ന് പത്രികാ സമർപ്പണത്തിൻ്റെ അവസാന ദിവസമാണ്. ഇതിനുശേഷം സൂക്ഷ്മ പരിശോധനയുണ്ട്, പത്രിക പിൻവലിക്കുന്ന ദിനമുണ്ട്. അത്രയും സമയത്തേക്ക് വീണ്ടും ചില ചർച്ചകളൊക്കെ നടക്കും. ആ ചർച്ചകളിൽ ഒരു ധാരണകൾ ഉരുത്തിരിഞ്ഞാൽ ഒരുപക്ഷെ ചിലയിടങ്ങളിൽ UDFിൻ്റെ സ്ഥാനാർത്ഥികളോ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥികളോ അവരുടെ പത്രിക പിൻവലിക്കും. അങ്ങനെയെങ്കിൽ ഒരു കൃത്യമായ സഖ്യത്തിലേക്ക് നീങ്ങുകയും മത്സരം നടക്കുകയും ചെയ്യും. എന്തായാലും കോഴിക്കോട് ജില്ലയിൽ വളരെ പ്രകടമായ സഖ്യം പലയിടങ്ങളിലുമുണ്ട്. വരും ദിനങ്ങളിൽ കൃത്യമായ സ്ഥാനാർത്ഥികളിൽ ഒരു അന്തിമ രൂപം. അനീഷ്, നമുക്കറിയാം UDFിന്റെ ഒരു അസോസിയേറ്റ് അംഗമെങ്കിലും ആക്കണമെന്നാണ് വെൽഫെയർ പാർട്ടിയുടെ കഴിഞ്ഞ കുറേ നാളായിട്ടുള്ള ആവശ്യം. പക്ഷെ അത് ഇതുവരെ തത്വത്തിൽ അംഗീകരിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. പക്ഷേ അപ്പോൾ പോലും നമ്മൾ പരിശോധിക്കേണ്ടത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ ഇതൊരു ടെസ്റ്റ് ഡോസ് ആയിട്ട് കാണാൻ സാധിക്കുമോ? കാരണം ഈ ഒരു പരസ്പര സഹകരണം വിജയിക്കുകയാണെങ്കിൽ, അത്തരത്തിൽ വെൽഫെയർ പാർട്ടി മത്സരിക്കുന്നിടത്ത് വിജയിക്കുകയാണെങ്കിൽ ഇത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ടെസ്റ്റ് ഡോസ് ആയിട്ട് കണ്ടുകൂടെ? അങ്ങനെയാകുമ്പോൾ ഈ രഹസ്യമൊക്കെ പരസ്യമാകാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല അല്ലേ? തീർച്ചയായും വെൽഫെയർ പാർട്ടി ഒരു പരസ്യമായ ബന്ധം വേണമെന്ന ആവശ്യം തന്നെയാണ് കുറച്ച് നാളുകളായി മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം CPMമായി പൂർണ്ണമായും അകന്നു നിൽക്കുന്ന സാഹചര്യം. വെൽഫെയർ പാർട്ടി CPM സ്ഥാനാർത്ഥികളൊക്കെ പിന്തുണച്ച ചരിത്രമുണ്ട് പലയിടത്തും, അവർ തന്നെ പറയുന്നുണ്ട്. പക്ഷേ അത് പ്രാദേശിക നീക്കുപോക്കുകളുടെ അടിസ്ഥാനത്തിൽ എന്ത് തരത്തിലാണ് ഒരു സ്ഥാനാർത്ഥി സമൂഹത്തിന് നന്മ ചെയ്യുന്നത് എന്ന് നോക്കിയൊക്കെയാണ് തീരുമാനിച്ചിരുന്നതെന്നാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉപതെരഞ്ഞെടുപ്പുകളിലും മറ്റുമൊക്കെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ UDFിനുണ്ടായിരുന്നു. അവരുടെ നേതാക്കൾ സംസാരിക്കുമ്പോഴാകുമ്പോഴും കൂടുതൽ പ്രാപ്യമായ മുന്നണി UDF ആണ്, അല്ലെങ്കിൽ കൂടുതൽ പ്രാപ്യമായ തെരഞ്ഞെടുപ്പ് സഖ്യത്തിലേക്ക് ഏർപ്പെടാൻ കഴിയുന്നത് UDF ആണ് എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഒരു അസോസിയേറ്റ് അംഗമായി വെൽഫെയർ പാർട്ടിയെ UDFിലേക്ക് സ്വീകരിക്കണമെന്ന നിർദ്ദേശം അവർ നൽകിയിരുന്നു. ചില സീറ്റുകളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ആവശ്യങ്ങളും UDFിന് മുന്നിലൊക്കെ വെച്ചിരുന്നു. പക്ഷേ UDFിനുള്ളിൽ നടന്ന ചർച്ചകളിൽ ഈ വെൽഫെയർ പാർട്ടിയെ നേരിട്ട് മുന്നണിയിലേക്ക് എടുത്താൽ അത് ഗുണത്തേക്കാൾ ഉപരി ദോഷം ചെയ്യും എന്ന ഒരു വിലയിരുത്തലാണ് ഉണ്ടായത്. കാരണം നിലവിൽ തന്നെ ഈ ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നുവെന്ന ആരോപണം കോൺഗ്രസിനെതിരെ ഉണ്ട്. ലീഗിന് പൂർണ്ണമായും കീഴ്പ്പെടുന്നുവെന്ന ആരോപണം പല വശങ്ങളിൽ നിന്നും വരുന്നു. അതുകൊണ്ട് മറ്റൊരു ന്യൂനപക്ഷ സ്വഭാവമുള്ള രാഷ്ട്രീയ പാർട്ടിയെ കൂടെ മുന്നണിയിലെടുത്താൽ അത് പൂർണ്ണമായും ന്യൂനപക്ഷത്തിന് കീഴടങ്ങുന്നുവെന്ന BJPയുടെയും CPMൻ്റെയും ഒക്കെ ആരോപണത്തിന് കൂടുതൽ ശക്തി പകരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ അസോസിയേറ്റ് അംഗമായി മുന്നണിയിൽ ഉള്ളിൽ കടന്ന് മത്സരിക്കുന്നതിനേക്കാൾ സൗകര്യം പലപ്പോഴും ഈ പുറത്തുള്ള ധാരണകളാണ്, ഈ അറിയാതെയുള്ള ധാരണകളാണ് കൂടുതൽ ഗുണകരമാകുക എന്നൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കാര്യങ്ങൾ. അതാണ് വെൽഫെയറുമായി ധാരണയില്ലെന്ന് കോൺഗ്രസ് ആവർത്തിക്കുമ്പോൾ പോലും അങ്ങനെയല്ല കാര്യങ്ങൾ, ധാരണയുണ്ട്, വ്യക്തമായ ധാരണയുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് MS അനീഷ് കുമാറിന്റെ ഈ റിപ്പോർട്ട്.